ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ വായിക്കുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. മിസ്രൈമിൽ അടിമകളായി കിടന്നൊരു കാലഘട്ടം, 4 തലമുറകൾ 400 വർഷക്കാലത്തോളം മിസ്രൈമിൽ കിടക്കുകയുണ്ടായി. അടിമ വീടായിരുന്നു അവർക്കത്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലായിരുന്നു മിസ്രൈമിൽ അടിമയായി കിടന്നിരുന്നത്. അവർക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുവാനോ ഇറങ്ങിച്ചെല്ലുവാനോ പ്രവർത്തിക്കുവാനോ ജീവിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് പല കാര്യങ്ങളിലും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പരിമിതികളെ പൊട്ടിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുവാൻ, അടിമ വീട്ടിൽ നിന്ന് അവർക്കൊരു മോചനം കൊണ്ടുവരുവാൻ, അവരുടെ നിലവിളി കേട്ട് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ഒരുവനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പേരാണ് അഭിഷിക്തനായ മോശ. ആ മോശ എന്ന ഒരു ലീഡർ മുഖാന്തരം, മോശ എന്ന ഒരു അഭിഷിക്തൻ മുഖാന്തരം ദൈവം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുവേണ്ടി ദൈവം മോശ മുഖാന്തരം അവർക്കിടയിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ കാണിച്ചു, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്യുവാനിട വന്നു. ഇന്ന് പകൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുക, നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ വർഷങ്ങളായി അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണോ? നിങ്ങൾ എവിടെയെങ്കിലും മോചിക്കപ്പെടുവാൻ കഴിയാത്ത നിലയിൽ അസാധ്യമെന്ന് പറഞ്ഞ്, അസംഭവ്യമെന്ന് പറഞ്ഞ്, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലായിടത്തും നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യം വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങൾക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തരും. ക്രിസ്തു നിങ്ങൾക്ക് അസമാധാനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തരും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ രക്ഷ വരുത്തുവാൻ മതിയായവനാണ്. യേശു നിങ്ങളോട് പറയുന്നു, ദൈവം ചെയ്ത നന്മകളെ നിങ്ങൾ മറന്നു കളയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മിസ്രൈമിൽ നിന്ന്, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുതെന്ന് ഇസ്രായേൽ മക്കളോട് പറയുന്നത് പോലെ, ഇതാ ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ അഭിഷിക്തനായി നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ നടത്തിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളെ പുലർത്തിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ തകർന്നു പോകേണ്ടുന്ന സിറ്റുവേഷനിൽ പോലും നിങ്ങളെ കൈത്താങ്ങി പിടിച്ചു നിർത്തിയ ദൈവത്തെ മറക്കരുത്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റിയ ദൈവത്തെ മറക്കരുത്. നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കിയ ദൈവത്തെ മറക്കരുത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകിയാൽ, ഇന്നലകളിൽ നിങ്ങളെ സൂക്ഷിച്ചുവെങ്കിൽ നാളകളെ കരുതാൻ മതിയായ ദൈവമാണ് അവനെങ്കിൽ, ആ ദൈവം തന്നെ ഇന്നിൻ്റെയും ദൈവമാകുന്നു. ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നും നിങ്ങൾക്ക് വേണ്ടി അടയാളങ്ങൾ കാണിക്കും. ഇന്നും അവൻ്റെ വലങ്കരം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത് പോലെ, അതിൻ്റെ ബി പാട്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ, നിങ്ങൾ നന്ദിയുള്ളവരായും ഇരിപ്പീൻ. നിങ്ങളെ നടത്തിയ ദൈവത്തെ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ, നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നല്ല കാലത്ത് നിങ്ങൾക്ക് ദൈവത്തെ വേണ്ടാതെയും കഷ്ടകാലത്ത് നിങ്ങൾ ദൈവത്തെ വേണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് രോഗം വരുമ്പോൾ നിങ്ങൾ വൈദ്യനെ അന്വേഷിക്കുന്നു. രോഗം മാറിയ ശേഷം വൈദ്യനെ നിങ്ങൾ അന്വേഷിക്കുന്നില്ല. അങ്ങനെ ആവരുത്. നിങ്ങളുടെ ഭക്തി നിങ്ങളെ എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഇരുന്ന് പരിപാലിക്കുന്ന ദൈവത്തെ ഒരു നാളും മറന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അവനോട് നന്ദിയുള്ളവരായിരിപ്പേൻ. ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം പാടി നന്ദി ചെയ്ത് കർത്താവിനെ പിൻപറ്റുന്നവരാകുവിൻ. ഈ വചനത്താൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം അപേക്ഷിക്കുന്നു, കർത്താവിനെ മറന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് നിങ്ങൾക്ക് നന്നാവില്ല. ആകയാൽ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ഈ ജീവിതം സമർപ്പിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി